ഇതിനകത്ത് സെറ്റ് ബാക്സുകൾ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല തവണയും ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു ക്വിക്ക് മണി സ്കീം ആ ഒരു മോഡലിലാണ് മിക്കവരും എത്തുന്നത്. അപ്പോൾ അവർ തുടങ്ങി ഒരു മുന്നോട്ട് പോകുന്ന കുറച്ച് സമയം കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് അവർ വിചാരിച്ച പോലത്തെ ഒരു ബിസിനസ് അല്ല. മിനിമം ഒരു 1 year പ്രോസസ് മൈൽ സ്റ്റോൺ വെച്ചാണ് നമ്മളെ ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് നമ്മൾ എത്താൻ വേണ്ടി. ഇവിടെ ഉള്ളവർക്ക് ഈ ഒരു പേഷ്യൻസ് ഇല്ല. കാരണം അതാണ് ഈ ഒരു ബിസിനസ്സിൽ ഈ പറഞ്ഞ പോലെ 95% വരും 3ാമത്തെ മാസം കടക്കാത്തത്. സക്സസ് നിൽക്കുന്നത് എപ്പോഴും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിലാണ്. അതിലെ നിൽക്കും, അല്ലാതെ ബാക്കിയുള്ള എല്ലാം പോകും. ഹായ് എവരിവൺ, നമ്മൾ നമ്മളെ പോഡ്കാസ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡ് നമ്മളിന്ന് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ 95% പീപ്പിൾ ഫെയിൽ ഇൻ ഇ കോമേഴ്സ്. എന്തുകൊണ്ടാണ് ഒരു 95% ആളുകളും ഒരു ഇ കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഫെയിലായി പോകുന്നത്. അപ്പോൾ ഷിജിനാണെന്നും എൻ്റെ കൂടെ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിലുള്ള ഷിജിൻ തന്നെയാണ് ഇന്നും എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഷിജിൻ, ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പ് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 15-20 മിനിറ്റ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിന്ന് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷിജിനും ഇ കോമേഴ്സ് ഒക്കെ നോക്കിയിട്ടുള്ള ആളല്ലേ, എന്താണ് ഈ ഒരു 95% എന്ന് പറഞ്ഞ ഡേറ്റ ഇത് ഷോപ്പിഫൈയുടെ ഒരു ബ്ലോഗിലുണ്ടായിരുന്നതാണ്. കാരണം ഷോപ്പിഫൈയുടെ ഒരു 95% ആളുകൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അവരെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിൽ 95% ആളുകളും 3rd month ക്ലോസ് ചെയ്യാറില്ല. 3rd month സബ്സ്ക്രിപ്ഷൻ മുമ്പ് അവരെ സ്റ്റോർ ക്ലോസ് ചെയ്യും. ഇത് ഷോപ്പിഫൈനെ ഒരു എനിക്ക് തോന്നുന്നു ഗൂഗിളൊക്കെ ചെയ്താൽ കിട്ടും ഇതിൻ്റെ ഡാറ്റ അവർ പറയുന്നത്. ഒഫീഷ്യലായിട്ട് ഒരു ബ്ലോഗിൽ എന്തോ പറയുന്നതാണിത്. ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഈ ഷോപ്പിഫൈ റിലേറ്റഡ് ആയിട്ട് പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇത് പറയുന്നുണ്ട്. മിക്ക വലിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഷോപ്പിഫൈയുടെ ഗ്രോത്തിൽ ഹിൻഡർ ചെയ്യുന്ന സാധനം ഇത് തന്നെയാണ്. അവർക്ക് മേജർ ഫണ്ടിങ് കിട്ടാതെ പോകാനുള്ള സക്സസ് ഇല്ലെന്നും ആൾക്കാർ പൊഴിഞ്ഞു പോകുന്നു. അത് എല്ലാ ഒരു ഷോപ്പിഫൈ ഒരു എന്തായാലും ഒരു സാസ് പ്ലാറ്റ്ഫോം അല്ലേ, നമ്മളൊരു ഇ കോമേഴ്സ് ബിൽഡ് ചെയ്യാനുള്ള ഒരു B2B പ്ലാറ്റ്ഫോം അല്ലേ. അവിടെ അത് ഷോപ്പിഫൈയുടെ പ്രശ്നമല്ല, അത് ചെയ്യുന്ന ആളുടെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മള് ആക്ച്വലി കുറെ റീസൺസ് വേണമെങ്കിൽ പറയാം. ഓക്കെ, റിസർച്ച് ആവാം, ഈ ഓരോ പ്രോഡക്റ്റിന്റെ വാലിഡേഷൻ ആവാം, നെറ്റ്വർക്ക്, ഫണ്ടിങ്. പക്ഷെ ഇതിനെല്ലാം നമുക്ക് അജുബായി നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് കണ്ടൻസ് ചെയ്ത ഒരു ഞാൻ ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ഒരു പോയിന്റ്. ഇപ്പം എൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുമ്പോഴും ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഞാൻ അവിടെ വെച്ചേക്കും. കാരണം എന്നാലും നമുക്കത് ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളത് ഒന്ന് പഠിച്ചിട്ട് ഒന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടാണ് ഈ പോയിന്റ്സ് ആക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ പറയുന്ന പോലെ ഒരു DTC ഇ കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫെയിലിയർ എന്തുകൊണ്ട് 95% പേര് ഇപ്പോൾ ഷോപ്പിഫൈ ആണ് കൂടുതൽ പേരും. ഇപ്പോൾ ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലാത്തവർ ഷോപ്പിഫൈ ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം ഷോപ്പിഫൈ ആണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഷോപ്പിഫൈ വഴി മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത്രയും ഫെയിലിയേഴ്സ് 95% പേരും ഈ ഒരു ബിസിനസ് ഇ കോമേഴ്സ് ബിസിനസ് തുടങ്ങി ഫെയിലിയർ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി 3 പോയിന്റ്സ് നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ പോയിന്റ്. രണ്ടാമത്തത് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ്. മൂന്നാമത്തത് നമ്മളുടെ ബിലീഫ് ആൻഡ് കൺസിസ്റ്റൻസി. നമ്മുടെ ബിസിനസ്സിനോടുള്ള ബിലീഫ്, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു 3 പോയിന്റാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫെയിൽ ആവണതിൻ്റെ ഏറ്റവും വലിയ പാർട്ട് ഈ മൈൻഡ് സെറ്റിൻ്റെ കൺട്രോളാണ്. നമ്മളിത് 3ഉം ഒരു സൈക്കോളജിക്കൽ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു സൈക്കോളജി ആണല്ലോ, ഒരു ആൾ എങ്ങനെ തിങ്ക് ചെയ്യുമോ, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെ തിങ്ക് ചെയ്യുമോ അത് റിലേറ്റഡ് ആയിരിക്കുമല്ലോ അവർ മുന്നോട്ട് പോകുന്നത്. മൈൻഡ് സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു കാര്യം, കൺസിഡർ ദിസ് ഈസ് എ ബിസിനസ്. ഇതൊരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്ത് ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇതൊരു ക്വിക്ക് മണി സ്കീം ആ ഒരു മോഡലിലാണ് മിക്കവരും എത്തുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഈ ഷോപ്പിഫൈ പോലെയുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കോൺസെപ്റ്റ് കൂടുതലും വന്നിട്ടുള്ളത്. യൂട്യൂബിലൊക്കെ ഉള്ള ടോപ്പിക് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ മിക്കവരും അവരുടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ വലിയ നമ്പേഴ്സൊക്കെ ആ സൈറ്റിലൊക്കെ കാണിച്ചിട്ടുള്ള രീതിയിലായിരിക്കും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ആളുകൾ കാണണമെങ്കിൽ അതൊരു ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്താലേ അതൊരു ആളുകളുടെ വ്യൂവർഷിപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ പേരും ഈ ഷോപ്പിഫൈയിലോട്ടൊക്കെ വന്നൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്.
ഇപ്പോൾ അവർ തുടങ്ങി ഒരു മുന്നോട്ട് പോകുന്ന കുറച്ച് സമയം കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് അവർ വിചാരിച്ച പോലത്തെ ബിസിനസ് അല്ല. ഇതിങ്ങനെ അതിൽ കാണുന്നത് പോലെ പെട്ടെന്ന് ഒരു സെയിൽസ് ഗ്രാഫ് കൂടത്തില്ല. ഇതിനൊരു എന്താ പറയുക, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ അത് ഈ പ്രോഡക്റ്റ് റിസർച്ച് ആണെങ്കിലും ആഡ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്സ് ആണ് നമ്മളെ സെയിൽ. ആ സെയിലിൽ നിന്നുള്ള ബാക്കിയുള്ള നമ്മളെ ഈ ഫുൾഫിൽമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ പ്രോഫിറ്റ്, നമ്മുടെ ബാങ്കിൽ വരുന്ന പ്രോഫിറ്റ്. അതാണ് നമ്മളുടേതായിട്ടുള്ള എമൗണ്ട്. അതൊരു ലോങ് പ്രോസസ്സാണ്, ലോങ് ജേണിയാണ്. അപ്പോൾ ഈ തുടങ്ങിയ ആളുകൾക്ക് ഈ ക്വിക്ക് ആയിട്ട് മണി മേക്ക് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഇൻറ്റൻഷനോടെ വന്ന ആളുകൾക്ക് അവർക്കൊരു പേഷ്യൻസ് കാണില്ല ഇതൊക്കെ ചെയ്യാനും. പിന്നെ അവർക്കൊരു ഭയങ്കര മടുപ്പ് തോന്നും. ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ഒരിക്കലും മുന്നോട്ട് പോവില്ല. ഇതെങ്ങനെയാണോ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ കൊമേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞൊരു 1 year പ്രോസസ്സാണത്. മിനിമം ഒരു 1 year പ്രോസസ് മൈൽ സ്റ്റോൺ വെച്ച് വേണം നമ്മളെ ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് നമ്മൾ എത്താൻ വേണ്ടി. ലേണിംഗ് ഫേസ് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് അവിടെ എത്തുന്നവരെ നമ്മളൊരു ലേണിംഗ് പ്രോസസ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിൽ എങ്ങനെയാണോ ഒരു റീറ്റെയിൽ സ്റ്റോർ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് റീറ്റെയിൽ സ്റ്റോറുകൾ ആൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മെൻറ്റാലിറ്റി നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നല്ല രീതിയിൽ റീറ്റെയിൽ സ്റ്റോർ നടത്തുന്ന ആളുകളൊക്കെ ഇപ്പോൾ അവർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് മേ ബി ഒരു 30 or 40 lakhs അവർ റേസ് ചെയ്തായിരിക്കും റീറ്റെയിൽ സ്റ്റോറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീറ്റെയിൽ സ്റ്റോർ. അപ്പോൾ അവരെന്താണ് രാവിലെ അവർ പുതുതായിട്ട് തുടങ്ങിയ ഒരു സ്റ്റോർ ആണെങ്കിൽ അവർ രാവിലെ തന്നെ അവരുടെ മൈൻഡ് ഫുള്ള് ആ സ്റ്റോർ ബേസ്ഡ് ആയിട്ടായിരിക്കും. അവർ രാവിലെ എണീക്കും, ഇൻക്ലൂഡിങ് സൺഡേ ചിലപ്പോൾ അവർ ഓപ്പൺ ചെയ്യും. രാവിലെ സ്റ്റോറിൽ പോകും, സ്റ്റോർ ക്ലീൻ ചെയ്യും, സ്റ്റോറിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അവർ എംപ്ലോയീസിനുള്ള എക്സാക്ട്ലി ട്രെയിനിങ് കൊടുക്കും. മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും, കസ്റ്റമേഴ്സിന് ഓഫർ കൊടുക്കും. എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അവിടെ ലൊക്കാലിറ്റിയിൽ ഏതൊക്കെയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള അവർക്ക് പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്യും. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റീസ് അവർ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ മാക്സിമം അവർ ഒരു 1-2 years അതിനകത്ത് നിന്ന് നല്ല രീതിയിൽ അവർ ആ ഒരു സ്റ്റോറിനെ ബിൽഡ് ചെയ്ത് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. അത് റീറ്റെയിൽ സ്റ്റോറുകാർ മിക്കവരും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പല റീറ്റെയിൽ സ്റ്റോറും വർഷങ്ങളോളം നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിലോട്ട് വരുന്ന ആളുകൾക്ക് ഈ ഒരു പേഷ്യൻസ് ഇല്ല. ഇവരിത് ബിസിനസ്സായിട്ടേ കൺസിഡർ ചെയ്യത്തില്ല. മറ്റേ റീറ്റെയിൽ സ്റ്റോറുകാർ അവർ ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്ത് അവരൊരു ലിവിങ് ഇതിനകത്ത് നിന്ന് കിട്ടും എന്നുള്ള ഒരു മോട്ടീവിലാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഈ ഒരു പേഷ്യൻസ് ഇല്ല. ഇവർക്കിതെല്ലാം ഒരു സ്വിച്ച് ഇട്ട പോലെ കാര്യങ്ങൾ നടക്കണം. ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലും മാർക്കറ്റ് ചെയ്യുക, പെട്ടെന്ന് സെയിൽ വരിക, അത് എവിടെയെങ്കിലും ഡ്രോപ്പ് ഷിപ്പ് ചെയ്യുക, ബാക്കി നമുക്കിങ്ങനെ പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു മോട്ടീവാണ് മിക്കവർക്കും ഉള്ളത്. കാരണം അതാണ് ഈ ഒരു ബിസിനസ്സിൽ ഈ പറഞ്ഞ പോലെ 95% വരും 3ാമത്തെ മാസം കടക്കാത്തത്. കാരണം അവർക്ക് ഫസ്റ്റ് മന്ത് പോകുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഈ പറഞ്ഞ പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഇത് ഒരുപാട് നമുക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ പോകാത്തവരാണ് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പേരാണ്, ഒരു 5% ആളുകളാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞതുപോലെ ഒരു മൈൽ സ്റ്റോണൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്ത് ഒരു 1 year ഗ്രാജുവൽ ഗ്രോത്തിൽ പോയി അത് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതൊരു നല്ലൊരു ഹാർഡ്ഷിപ്പായിട്ട് ചെയ്ത് അവർ കാര്യങ്ങൾ പഠിക്കേണ്ടത് പഠിച്ച് മുന്നോട്ട് പോയി അതിനകത്തുള്ള പ്രോസസ്സ് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് വരികയാണെങ്കിൽ അതിനെയൊക്കെ അവർ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് അങ്ങനെ പോകുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിനൊരു എക്സാക്ട്ലി ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഒരു ഇ-കോമേഴ്സ് എന്നുള്ള സംഭവം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇതിൽ നിഷേർ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. നിഷേർ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഹെയർ എക്സ്റ്റൻഷൻ കമ്പനിയാണ്. ഇന്ത്യയിൽ അതിന്റെ ഒരു കാറ്റഗറി ക്രിയേഷൻ തന്നെ പുള്ളിക്കാരിയാണ് ചെയ്യുന്നത്. ഓക്കെ, പുള്ളിക്കാരി പറയുന്ന കാര്യമാണ്, ഞാനിതൊരു നോർമൽ ലോക്കലായിട്ടൊരു കട പോലാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഓരോ കസ്റ്റമർ വരുമ്പോൾ പേഴ്സണലായിട്ട് വിളിക്കുക, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെമോ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, സൂം കോൾ അറേഞ്ച് ചെയ്ത്, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു കസ്റ്റമർ റിലേഷൻ ബിൽഡ് ചെയ്ത് അങ്ങനെയാണ്. ഇ കോമേഴ്സിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എത്ര റീറ്റെയിൽ ഷോപ്പ് പോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ വരുന്നത്. അവരും എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്ത് കസ്റ്റമർ റിലേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈവൻ അവരിപ്പോ നമ്മുടെ നോർമൽ ഒരു ലോക്കൽ ഷോപ്പ് പോലെ തന്നെ ക്രെഡിറ്റ് വരെ ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക്. ആമസോൺ അല്ല, ആമസോണിനൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ഈ ആമസോണിലൊക്കെ വർക്ക് ചെയ്യുന്ന എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ആമസോണിനെ കുറിച്ചൊക്കെ പറയുന്നേക്കാം. അവർക്ക് എത്രയോ മെഗാ വെയർ ഹൗസസ്, സ്മോൾ വെയർ ഹൗസസ് ഉണ്ടല്ലേ, FBA പ്രോഡക്ട്സ് ഒക്കെ തന്നെ അവർ പാക്ക് ചെയ്യുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ ആമസോണിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കസ്റ്റമർ സെൻട്രിക്കാണ്. കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ആമസോൺ. അതുകൊണ്ടാണ് ആമസോൺ ഇങ്ങനെ നിൽക്കുന്നത്. അവർ ആ ഒരു സൈഡിലുള്ള ലോസ് വന്നാൽ അവർക്ക് പ്രശ്നമില്ല. കാരണം ആ കസ്റ്റമേഴ്സിനുള്ള ഇമ്പോർട്ടൻസ് ആണ്
ആമസോൺ കൂടുതലും ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് മാക്സിമം ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളും നമ്മളിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് ആമസോൺ എന്നോ നമ്മളുടെ വെബ്സൈറ്റ് ഒരേപോലെയാണ്. അവർ എന്താ പറയുക, ഒരു ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സൈറ്റാണ്. ഓക്കെ, അപ്പോൾ ആമസോണിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ക്വാളിറ്റി, അതേ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് നമ്മളുടെ സൈഡിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഫെയിൽ ആവേണ്ട ഒരു ഫസ്റ്റ് റീസൺ നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ്, ഈ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലം. മിക്കവർക്കും ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു പേഷ്യൻസ് ഇല്ല. വർക്കൗട്ട് ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ ഒരു പേഷ്യൻസ് കുറവാണ്. പക്ഷെ ആൾക്കാരത് ഈസി മണി തപ്പി പോകുന്നുണ്ടാവും. ഈ യൂട്യൂബ് ഇങ്ങനത്തെ കണ്ടന്റ് പുഷ് ചെയ്യുന്നുണ്ടാന്ന് തോന്നുന്നു. അത് യൂട്യൂബ് കോണ്ടന്റ് പുഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു മെൻറ്റർ ഇതിൻ്റെ കാര്യം പറഞ്ഞതാണ്. പുള്ളി വലിയ ലെവലിൽ യൂട്യൂബിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ ആളുടെ ഒരു ഫേസ്ബുക്ക് ആഡ്സ് ആണെന്ന് തോന്നുന്നു ആ മെൻറ്റർഷിപ്പ് എടുത്തത്. ഞാൻ പേര് പറയുന്നില്ല. പുള്ളി പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന കോണ്ടന്റ് ഉണ്ടല്ലോ, ഇത് യൂട്യൂബിൽ നല്ല രീതിയിൽ ഹോട്ട് ടോപ്പിക്കാണ്. ഇപ്പോൾ യൂട്യൂബിന് ചില ടോപ്പിക്കുകൾ, ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ സംഭവങ്ങൾ, ഈ ഓപ്ഷൻ ട്രേഡിങ്, അങ്ങനെയൊക്കെയുള്ള സംഭവം, ഫോറക്സ് ട്രേഡിങ്, ഓപ്ഷൻ ട്രേഡിങ്, അങ്ങനെ സ്കാൽപ്പിംഗ്, ഇതൊക്കെ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഇതൊക്കെ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഈ യൂട്യൂബിൻ്റെ റവന്യൂ RPM കൂടുതലാണ്. റവന്യൂ പെർ ഇംപ്രഷൻ 1000 ഇംപ്രഷൻസ് കൂടുതലാണ്. അതുപോലത്തെ ഒരു ടൈമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്തുകൊണ്ട് ഇത്രയും ഹൈപ്പ് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പോൾ ഒരു വീഡിയോ, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ചെയ്യുന്ന വീഡിയോ പുള്ളി ഹൈപ്പ് ചെയ്താലേ ഒരുപാട് പേര് കാണത്തുള്ളൂ. മേ ബി പുള്ളി റിയൽ സെയിൽസ് ആയിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഷോപ്പിഫൈ സ്റ്റോർ ഇൻ്റർനാഷണൽ ഷോപ്പിഫൈ സ്റ്റോർ തുടങ്ങിയിട്ട് അതിനെ ഒരു കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, കംപ്ലീറ്റ്ലി ഒരു പുള്ളി അലി എക്സ്പ്രസ്സിലുള്ള പ്രോഡക്റ്റ് എടുത്ത് സെയിൽ എടുത്ത് പോവുകയാണ്. ഓക്കെ, മേ ബി ഒരു $200-300K സെയിൽ എടുക്കുകയാണ്. ചിലപ്പോൾ ആക്ച്വലായിട്ട് പുള്ളി സെയിൽ എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത് ആഫ്റ്റർ സെയിൽ കഴിഞ്ഞ് എത്ര പ്രോഡക്റ്റ് കറക്റ്റായി ഡെലിവറായി, എത്ര പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആയി ഡെലിവറായി, എത്ര പേർ റീഫണ്ട് അപ്ലൈ, അതൊന്നും പുള്ളി പറയത്തില്ല. പുള്ളി കാണിക്കുന്ന ഓക്കെ, ഞാൻ ഈ സ്റ്റോർ തുടങ്ങി, ഞാൻ ഈ 200K വരെ സെയിലെത്തി എന്നുള്ള ഒരു പാറ്റേൺ ആയി കാണിക്കണം. പുള്ളി അത് മതി, പുള്ളിക്ക് കോണ്ടന്റ് അത് മതി. അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ വേൾഡ് വൈഡ് പുള്ളിക്ക് റീച്ചാ. അപ്പോൾ അത് ഗ്രീനിൽ വന്നിരിക്കുന്നു. അതെ, വീഡിയോ. അപ്പോൾ അത് എന്നിട്ട് പുള്ളി റാൻഡമായിട്ട് ഇതിൽ 30% പ്രോഫിറ്റ് എനിക്ക് ഉണ്ട്, ഇങ്ങനെ പറഞ്ഞൊരു കോണ്ടന്റ് ഇട്ടാൽ തന്നെ ഇത് വേൾഡ് വൈഡ് റീച്ച്. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ചെയ്യണമെങ്കിൽ വേൾഡ് വൈഡ് റീച്ച് വരും. ഇത് പുള്ളിക്ക് നല്ലൊരു മോണിറ്റൈസേഷൻ യൂട്യൂബ് വഴി കിട്ടും. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്സുകൾ, ഇപ്പോൾ ഷോപ്പിഫൈ തന്നെ ഒരു നല്ലൊരു അഫിലിയേറ്റ് പ്രോഡക്റ്റാണ്. ഷോപ്പിഫൈയുടെ അഫിലിയേറ്റ്സ്, പിന്നെ ഇതിനെ കണക്ട് ചെയ്യുന്ന ആപ്സുകളുടെ അഫിലിയേറ്റ്സ്, ഇതെല്ലാം കിട്ടി നല്ലൊരു യൂട്യൂബിൽ അത്യാവശ്യം ഇത് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കോണ്ടന്റ് ബേസ്ഡ് നിൽക്കുന്ന നല്ലൊരു അത്യാവശ്യം ഒരു മിനിമം 25K+ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് നല്ലൊരു റവന്യൂ വരുന്നുണ്ട്. അതാണ് അതിനുവേണ്ടിയാണ് അവർ കോണ്ടന്റ് മാക്സിമം ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത്രയും ഹൈപ്പ് ചെയ്യുന്നത് ഇതിനെ. അപ്പോൾ അങ്ങനെ ഇത് ഫസ്റ്റ് തൊട്ട് ഹൈപ്പ് വന്നാണ് ഇത് ഇപ്പോൾ ഇത്രയും ഒരു ഹോട്ട് ടോപ്പിക്കായി മാറി. അതുകൊണ്ടാണ് യൂട്യൂബിന് അറിയത്തില്ലല്ലോ, യൂട്യൂബ് മാക്സിമം ഹൈപ്പ് വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വാച്ച് അവേഴ്സ് ഉള്ള വീഡിയോസ് യൂട്യൂബ് പുഷ് ചെയ്യും. ആഡ്സ് ഡിഫറെൻ്റ് ആണ്. കാരണം ഈ ഷോപ്പിഫൈയുടെ കാര്യം ഇത് പറയുന്നെങ്കിൽ, ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ എൻ്റെ ആഡ്സ് കംപ്ലീറ്റ്ലി, എൻ്റെ ഓഡിയൻസ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഇ-കോമേഴ്സോ അല്ലെങ്കിൽ ഷോപ്പിഫൈ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഇവർ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്ന, ഇവർക്ക് വരുന്ന ആഡ്സ് എന്തായിരിക്കും, ഷോപ്പിഫൈ പോലത്തെ ആപ്പുകൾ, അല്ലെങ്കിൽ ഈ ഇമെയിൽ മാർക്കറ്റിംഗ് ആപ്പുകൾ, അല്ലെങ്കിൽ ഈ വാട്സപ്പ് ഓട്ടോമേഷൻ്റെ ആപ്പുകൾ, അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സസ് ആയിരിക്കും, ഇ-കോമേഴ്സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും. കാരണം നമ്മളെ ഓഡിയൻസ് അതാണ് കാണുന്നത്, ആ ചാനലിൽ അതാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം RPM കൂടുതലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് യൂട്യൂബ് പുഷ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഹാർഷ് റിയാലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ച് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഇ-കോമേഴ്സിൻ്റെ ഒരു സക്സസ് നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അതെ, നെക്സ്റ്റ് പോയിന്റ് നമുക്കൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സാണ്. അതും ഈ മൈൻഡ് സെറ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അല്ല, ഈ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ആയിട്ട് ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഷോപ്പിഫൈ ആയാലും നമ്മളിപ്പോൾ ചെയ്യുന്ന ആഡ്സ് പ്ലാറ്റ്ഫോം ഏതായാലും ഇത് കണ്ടിന്യൂസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ്സിനെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്നതല്ല, ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് പല രീതിയിലുള്ള അപ്ഡേഷൻസ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും AI ഡ്രിവൻ ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം പോലെയാണ് മിക്കതും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസുകൾ, ഇപ്പോൾ ഈ ആഡ്സ് പ്ലാറ്റ്ഫോമുകളായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഷോപ്പിഫൈ പോലെയുള്ള ഈ നമ്മളിപ്പോൾ സെയിൽസ് ജനറേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആയാലും എല്ലാം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു
അപ്ഡേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളത് ബേസായിട്ട് അറിയാമെങ്കിലേ നമുക്കത് കണ്ടിന്യൂസ് അപ്ഡേഷൻസ് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിപ്പോൾ എന്താ പറയുക, കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇപ്പോൾ ലേണിംഗ് പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ഇതൊരു നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ബേസായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം. ഇപ്പോൾ ഇതിന് നമ്മളൊരു ഫാസ്റ്റ് പ്രോസസ്സ് വേണമെങ്കിൽ ഒരു മെൻറ്റർഷിപ്പൊക്കെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് മെൻറ്റർഷിപ്പുകൾ ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു ഇ-കോം ഷോ എന്ന് പറഞ്ഞ ഇതിൽ ഷാൻ്റെ പോഡ്കാസ്റ്റിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഫസ്റ്റത്തെ ഒരു സംഭവം, ഞാൻ ഇ-കോമേഴ്സിലോട്ട് എൻ്റർ ചെയ്ത് തന്നെ എൻ്റെ ഒരു ക്ലയൻറ്റ് എനിക്കൊരു കോഴ്സ് എടുത്ത് തന്നെയാണ്. അപ്പോൾ അന്ന് ഞാൻ അത് പഠിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇ-കോമേഴ്സിലോട്ട് നല്ലൊരു എൻട്രി ചെയ്യാൻ തന്നെ പറ്റിയത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പിന്നെ അത് അന്ന് തന്നെ മനസ്സിലാക്കി, ഒരാൾ നമുക്ക് എക്സാക്ട്ലി ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ നമ്മൾക്ക് മെൻറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് എക്സാക്ട്ലി ഒരു മെൻറ്റർഷിപ്പൊക്കെ എടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ എടുക്കുക. ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ മെൻറ്റർഷിപ്പ് എല്ലാവരും എടുക്കണമെന്നില്ല. മീൻസ് ഇപ്പം നമുക്ക് ഒരു മെൻറ്ററിനെ കറക്റ്റായിട്ടൊരു മെൻറ്ററിനെ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. മെൻറ്ററിനെ കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മളതിപ്പോൾ എനിക്കൊരു എങ്ങനെയാണ് ഒരു കറക്റ്റ് മെൻറ്റർഷിപ്പ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഏതാണോ നോക്കുന്നത്, ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് ആഡ്സ് ആണോ അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സ് ആണോ ബാക്കി അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് ആണോ, ഇതിൻ്റെ ഒരു മെൻറ്റർഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ എക്സാക്റ്റ് ഉള്ള മെൻറ്ററിനെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് യൂട്യൂബാണ്. അവരെ യൂട്യൂബിൽ പോയിട്ട് അവരുടെ കോണ്ടൻറ്റ്, ലോങ് വീഡിയോ കോണ്ടൻറ്റൊക്കെ നമ്മൾ നോക്കുക. അതിനെ മാക്സിമം ഒന്ന് അനലൈസ് ചെയ്തിട്ട് അവരുമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ആക്കാൻ പറ്റും എന്നുള്ള കാര്യം നോക്കുക. എന്നിട്ട് ലോങ് വീഡിയോസിലാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ലോങ് വീഡിയോ ആണ്, ഇപ്പോൾ യൂട്യൂബിൻ്റെ ലോങ് വീഡിയോയും ഷോർട്സ് വീഡിയോയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. യൂട്യൂബ് ഷോർട്സും ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊരു ക്വിക്കായിട്ട് ഒരു അറ്റൻഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസാണ് മിക്കവരും. ഒരു ബ്രാൻഡ് ആയാലും ഒരു റിയൽ ഒരു ആളായാലും ഒരു യൂസർ ആയാലും. അപ്പോൾ അത് ലോങ് വീഡിയോ ആകുമ്പോൾ അവർ എക്സാക്ട്ലി കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യും, പല ടോപ്പിക്കുകൾ ഡിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ഈ ആപ്റ്റായിട്ട് ഒരാളാണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം ഒരു മെൻറ്ററിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഒരാളുടെ ആഡ് വന്നാലും നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ യൂട്യൂബ് ആഡ്സൊക്കെ വന്നാലും ജസ്റ്റ് ഉടൻ തന്നെ അത് വേണമെങ്കിൽ ചെറിയൊരു വെബിനാറൊക്കെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യും. പക്ഷേ അവരൊരു ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റിലോട്ട് പോകുന്ന മുമ്പ് അവരെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുക. അവരുടെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് അവർ പറയുന്നത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അത് നോക്കുക. ഇപ്പോൾ ഞാനൊക്കെ ഒരു മെൻറ്ററിനെ എടുക്കുന്ന അങ്ങനെ ഒരു മോഡലാണ്. അങ്ങനെ നോക്കിയാണ് എടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആളുകളെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇമ്പൾസീവ് ബൈങ് ചെയ്യില്ല. നമ്മുടെ ഈ കൊമേഴ്സിലെ ഒരു സ്ട്രാറ്റജിയാണ് ഈ ഡാർക്ക് പാറ്റേൺസ് എന്നൊക്കെ പറയുന്ന കാര്യം പോലെ ഈ മെന്റർഷിപ്പ് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് ഇമ്പൾസീവ് ആയിട്ട് ചെയ്യുമ്പോൾ ആഡ്സ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ എല്ലാവരും ആഡ്സ് ചെയ്യും. പക്ഷെ ആഡ്സ് ചെയ്ത് നമുക്ക് അവരുടെ ഒരു ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റിന് മുമ്പ് പോകുന്ന മുമ്പ് അവരുടെ ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മളിപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. മെയിനായിട്ട് ഞാൻ ഇപ്പോൾ പല ഹൈ ടിക്കറ്റ് മെന്റർഷിപ്സുകൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള കഴിഞ്ഞ വർഷം പറഞ്ഞ ഊടിയൊക്കെ ഡേവിൻ്റെ പ്രോഗ്രാമൊക്കെ അങ്ങനെയാണ്. ഡേവിൻ്റെ ചാനൽ ഞാൻ ഏകദേശം ഒരു വർഷമായിട്ട് ഒന്നൊന്നര 2 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ എല്ലാ കോണ്ടന്റും ഞാൻ ഇരുന്ന് കാണുമായിരുന്നു. അങ്ങനെയാണത് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മെൻറ്ററിനെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറി, ഇപ്പോൾ ഒരു പെയ്ഡ് ആഡ്സിൻ്റെ മെൻറ്റർ ആണോ, ഇപ്പോൾ ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സിനെല്ലാം സെപ്പറേറ്റ് വലിയ എക്സ്പെർട്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. പിന്നീട് നമുക്ക് ഇതുപോലത്തെ ഇ-കോമേഴ്സ് ബ്രാൻഡ് ബിൽഡിങ്, പിന്നെ ഇ-കോമേഴ്സിൻ്റെ ഈ ഒരു സ്ട്രാറ്റജീസ് അതൊക്കെ ബിൽഡ് ചെയ്യാനുള്ള മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് ഇതേപോലെ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ടോപ്പിക്കിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ കൺസിസ്റ്റന്റ് ലേണിംഗിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതിപ്പോ എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക അല്ലെ. ഈവൻ മാർക്കറ്റ് പ്ലേസ് പോലും ഇപ്പൊ മാറിയിട്ടുണ്ട്. ക്വിക്ക് കോമേഴ്സ് കോൺസെപ്റ്റിലോട്ട് വരുന്നുണ്ട്. അപ്പോ അത് ഈ കോമിലും ക്വിക്ക് കോമേഴ്സും ആക്ച്വലി എങ്ങനെ നമുക്ക് വേണമെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വിക്ക് കോമേഴ്സ് പ്ലാറ്റ്ഫോംസിലോട്ട് വേണമെങ്കിൽ നമ്മളോട് എക്സ്പാൻഡ് ആവുന്ന സമയത്ത് നമുക്കത് സ്വിച്ച് ചെയ്യല്ല, നമുക്ക് ആ ഒരു പാറ്റേണിലൂടെ എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ സെപ്റ്റോ അല്ലേ, സെപ്റ്റോ പോലത്തെ പ്ലാറ്റ്ഫോം ഇപ്പോൾ നമുക്ക് ബ്ലിങ്കിറ്റൊക്കെ ബാംഗ്ലൂർ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ റൺ ചെയ്യുന്ന മില്ലർ കട്ട് പോലെയുള്ള ക്ലോത്തിങ് ബ്രാൻഡ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു 3PL വെയർ ഹൗസിൽ ഇതൊക്കെ വെച്ചിട്ട് ഡാർക്ക് ഹൗസിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. വിത്തിൻ എ ഡേ ഡെലിവറി, 2 hour ഡെലിവറി, ഇതൊക്കെ നമുക്കും എല്ലാവർക്കും ട്രൈ ഔട്ട് ചെയ്യാം. അതൊരു പുതിയൊരു കോൺസെപ്റ്റ്, റൈസിങ് കോൺസെപ്റ്റാണ്. അതിലും അവർ ഇ-കോമേഴ്സ് ഓണേഴ്സിനാണ് അത് ബെനിഫിറ്റായിട്ട് വരുന്നത്. അതെ, ആ രീതിയിൽ അത് മുന്നോട്ട് പോകും. അപ്പോൾ ഇതുപോലെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സ് നമ്മൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് നമുക്കൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത് നിൽക്കുമെന്നുള്ളത്. നമ്മൾ എത്ര നോളജ് ഉണ്ടെങ്കിലും
ഇത് മുന്നോട്ട് നമ്മളിങ്ങനെ ലേൺ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ. കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ഈ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്ന കാര്യവും നമ്മൾ പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞ് അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ അജുഭായ്? എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള? അല്ല, നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കൺസിസ്റ്റൻസി, ആ ഒരു വെയിറ്റിംഗ്, ആ ഒരു ടൈം നമ്മൾ ഗ്രാജുവൽ ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ. ക്വിക്ക് പ്രോഫിറ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, അത് ഇതിനകത്ത് നടക്കുന്ന കാര്യമല്ല. ക്വിക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മോഡലിലെ നമ്മളത് ചിന്തിക്കാൻ പാടില്ല. ഇതൊരു ഹാർഡ്ഷിപ്പ് ആയിട്ട് നല്ല രീതിയിൽ ഗ്രാജുവൽ പ്രോസസ്സുള്ള ബിസിനസ്സാണിത്. എന്നാലേ ഇത് ഇതിനകത്ത് സെറ്റ് ബാക്സുകൾ വരും, ഒരുപാട് സെറ്റ് ബാക്സുകൾ വരും. ആ സെറ്റ് ബാക്സിനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, അതിനെ ഒന്ന് ഓവർകം ചെയ്ത് പോയാലേ ഇത് വിജയിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുന്ന പോലെ പ്രോഫിറ്റബിലിറ്റിയെക്കാളും കൂടുതൽ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്ത്. അല്ല, ആമസോണിന് തന്നെ നമ്മൾ പോകണമെന്നില്ല. ഇവിടുത്തെ സാധാരണ നമ്മൾ DTC ബ്രാൻഡ്സുകളുടെ കാര്യം നോക്കിയാൽ മതി. എല്ലാവരും സ്റ്റോറീസ് അവൈലബിൾ ആണ്. ഇന്ന് ചെറിയ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു 1000 CR ഒക്കെ എത്തിയ DTC ബ്രാൻഡ്സ് നമ്മളെ മോഡലും അതാണല്ലോ. ആമസോൺ എന്ന് പറയുന്നത് വേറൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അതിനെ നോക്കണമെന്നില്ല. അതിനേക്കാളും നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഈ ഒരു DTC ബ്രാൻഡ്സുകളുടെ ഗ്രോത്ത് അവരെങ്ങനെയാണ് ഗ്രോ ചെയ്തത്, അവിടെ ആ മോഡലാണ് നമുക്കും ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അത് നോക്കിയത്. അപ്പോൾ അത് അതിനുള്ള രണ്ടാമത്തെ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്, കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഇനി മൂന്നാമത്തത് ബിലീഫ് ആൻഡ് കൺസിസ്റ്റൻസി. ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വിശ്വാസമാണ്. ഇപ്പോൾ മിക്കവരും ഇതിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു തോട്ടാണ് മിക്കവർക്കും. ഇത് അങ്ങനെ വിചാരിക്കാതെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ബിലീവ് ചെയ്യണം. പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ബിലീവ് ചെയ്താലേ നമുക്ക് ആ ഒരു കാര്യം ഇതല്ല ഏത് കാര്യം ആ ഒരു ബിലീവിലാണല്ലോ കംപ്ലീറ്റ് നടക്കുന്നത്. ആ ബിലീഫിലാണല്ലോ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ബിലീവ് ചെയ്തിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെറ്റ് ബാക്സുകൾ ഉണ്ടെങ്കിലും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 years അടുപ്പിച്ചായി എൻ്റെ ഈ ഇ-കോമേഴ്സ് തന്നെ. ഞാൻ പല ക്ലയൻസ് നമ്മൾ ഏജൻസി ബേസ്ഡ് ആയിട്ട് നമ്മൾ പല നമ്മൾ ഓണായിട്ട് നമ്മൾ ട്രൈ ഔട്ട് ചെയ്തു. ഇതിനകത്ത് സെറ്റ് ബാക്സുകൾ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് സെറ്റ് ബാക്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല തവണയും ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഇതിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതിന് ഭയങ്കര ബിലീഫാണ്. എനിക്ക് ഞാൻ നല്ല രീതിയിൽ എന്നെ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു ബിസിനസ്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലോ അങ്ങനെ ഒരു പ്രോസസ്സ് എനിക്ക് ലൈഫിലുള്ളത് ഇ-കൊമേഴ്സിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഭയങ്കര രീതിയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതും ഞാൻ പുതിയ ആളുകളുടെ അടുത്ത് മെൻറ്റർഷിപ്പ് എടുക്കുന്നത്. ഇത് തന്നെ എൻ്റെ ലൈഫ്. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം ഇരിക്കുമ്പോൾ എൻ്റെ പ്രോസസ്സ്, എന്നെ തിങ്ക് ചെയ്യുന്നതും എല്ലാം ഇത് തന്നെയാണ്. ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആണ്. ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. നമ്മളെല്ലാവരും ഇതിൽ നിൽക്കുന്ന എല്ലാവരും അങ്ങനെയാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഇതിനകത്ത് സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവരും അവർക്ക് ഈ ഇ-കോം മോഡലിന് ഞാൻ പറയുന്ന റേറ്റ് ആവും. അവർക്ക് ഓരോ എന്താ പറയുക, ഷോപ്പിഫൈയുടെ ആ ഒരു ചിങ് സൗണ്ട് വരെ ഇൻസ്പയറിങ് ആണ്. അവർക്ക് ഭയങ്കര ഡോപ്പമിൻ ഇതാണ്. അപ്പോൾ അത് ഇതിനകത്ത് നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ആ രീതിയിലുള്ള ഒരു വിശ്വാസത്തോടെ നിന്നാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പോൾ ലോസ് വന്നാലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ഉണ്ടെങ്കിൽ ആ ലോസ് എങ്ങനെ വന്ന ലോസ് നമുക്ക് ഓവർകം ചെയ്യാം, നമുക്ക് പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാവും. അതെ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും അറിയാലോ, ആ സംഭവം നമ്മളിവിടെ അനലൈസ് ചെയ്യണം. ഇപ്പോൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രോസസ്സിൽ നമ്മൾ എന്ത് പോയാലും നമുക്ക് കിട്ടത്തില്ല. എൻ്റെ ഒരു എക്സാമ്പിൾ, എൻ്റെ ലൈഫ് എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ 2017 ഞാൻ ഫസ്റ്റ് എൻ്റെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആ ഇ-കോം ഷോ എന്ന് പറഞ്ഞൊരു ചാനൽ, അതിനകത്ത് ഞാൻ എൻ്റെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് 2017 തന്നെ ഞാൻ UK ഒരു ഇ-കോമേഴ്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2017 തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2000 ഓർഡേഴ്സിന് അടുപ്പിച്ച് അവിടെ UK എടുത്തതാണ്. എന്നിട്ട് അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് ആ ഫിംഗർലിംഗ് മങ്കി കൊണ്ടുപോയി. ആ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ഒന്നുമില്ലാതെ പോട്ടേണ്ടി വന്നു, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വന്നു. അതെന്താണ്, ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മോഡലാണ് പോയത്. പിന്നെ ഞാൻ പല ചാനൽസ്, പല മെത്തേഡ്സ്, പല ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും വിജയിച്ചില്ല. കാരണം ലോങ് ഷിപ്പിംഗ് ടൈംസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇന്ത്യയിൽ തുടങ്ങിയപ്പോഴും നമ്മളൊരു ബ്രാൻഡായിട്ടല്ല തിങ്ക് ചെയ്ത്, അല്ലാതെ നമ്മളൊരു രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ എൻ്റെ മൈൻഡ് കുറേ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലായിരുന്നു. അതായത് എൻ്റെ മിസ്റ്റേക്ക്.
പക്ഷേ ഞാൻ ഈ പറഞ്ഞ മെൻറ്റർ ഊഡിയിലെ ഡേവ് 2018 പുള്ളി ഊടി സ്റ്റാർട്ട് ചെയ്തത്. പുള്ളി ഇന്ന് 2018 തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്നത് 600 മില്യൻ്റെ ബ്രാൻഡിലാണ്. കാരണം എന്താണ്, പുള്ളി തുടങ്ങി ഒരു കംപ്ലീറ്റ് ആയിട്ട് പുള്ളി അതിനെ ഫോക്കസ് ചെയ്ത് അതിനൊരു 4-5 വർഷം എടുത്ത് പുള്ളിക്ക് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. പുള്ളി നെഗറ്റീവായിട്ടുള്ള പുള്ളിയുടെ ചാനലിൽ പോയാൽ അത് കാണാൻ പറ്റും. ഡേവ് ഫോഗാട്ടിയുടെ ചാനൽ ഇ-കോം ഓണേഴ്സ് മിക്കവരും അത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് പുള്ളി അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ജേണി. ആ ചാനലിൽ നിങ്ങൾ എല്ലാവരും ഇ-കോം ഓണേഴ്സ് എല്ലാവരും അത് വാച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഇ-കോം ഓൺടർപ്രനറാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ, പുള്ളിക്ക് എത്രയോ സെറ്റ് ബാക്സുകൾ വന്നിട്ടുണ്ട്. പുള്ളി അതിനകത്തൊക്കെ പുള്ളി ഫസ്റ്റത്തെ ആ പ്രോഡക്റ്റൊക്കെ പുള്ളിയിൽ എത്താൻ തന്നെ എത്രയോ ദിവസം ഇത് കസ്റ്റം ക്ലിയറൻസും കിട്ടാതെ ഫസ്റ്റ് പ്രോഡക്റ്റൊക്കെ വരുമ്പോൾ പുള്ളി ഇങ്ങനെ ഫുള്ള് കരയൊക്കെ ചെയ്യുന്നത്. അത്ര ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഇതായിരുന്നു. ഫസ്റ്റ് പ്രോഡക്റ്റ് പുള്ളി അവിടെ നിന്ന് സോഴ്സ് ചെയ്തെടുത്തപ്പോൾ അത്രയൊക്കെ ഒരു $5,000 പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഇന്ന് ഇത്രയും വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഡെഡിക്കേഷനാണ്. പുള്ളിയുടെ ഫോക്കസ് ഒന്നായിരുന്നു, വൺ തിങ്. ആ ഒരു കാര്യത്തിൽ ഊടിയെന്ന് പറഞ്ഞാൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പുള്ളിക്ക് ഇന്ന് ഇത്രയും എത്തിയത്. ഞാനൊക്കെ പല ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പുറകെ പോയി. അതിൽ ഞാൻ കുറച്ചെങ്കിലും ചെയ്തത് എൻ്റെ ഏജൻസി ഫോക്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമുക്കിന്ന് ലിവിങ് ആയിട്ടെങ്കിലും പോകാൻ പറ്റുന്നത്. അല്ലാതെ നമ്മളൊരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, എല്ലാം നമുക്ക് ഇതായി പോകും. എപ്പോഴും നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഡിലേ ഗ്രാറ്റിഫിക്കേഷനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് സക്സസ് നിൽക്കുന്നത് എപ്പോഴും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിലാണ്, ലോങ് ടൈം ഇതിലാണ്. അതിനെ നിൽക്കും, അല്ലാതെ ബാക്കിയുള്ള എല്ലാം പോകും. അത് ഏത് ഫീൽഡായാലും എന്തായാലും അത് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു എന്താ പറയുക, ഒരു ഇ-കോമേഴ്സ് ഫെയിലിയേഴ്സിൻ്റെ ഒരു ഇത് പറയുന്നത്. ഇപ്പോൾ സക്സസ് ആവാൻ പറ്റുമെന്ന് പറ്റും, തീർച്ചയായും പറ്റും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ലേണിംഗ് ഫേസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലേണിംഗ് ഫേസ് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 100 ഓർഡേഴ്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് എടുക്കുക. അതിൽ നിന്നൊരു ലേണിംഗ് ഫേസ് നമ്മൾ ലേണിംഗ് ഫേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനുശേഷം ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക. ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് 1 ഇയർ കൊണ്ട് ഒരു 10,000+ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഗ്രാജുവലായിട്ട് അതിനെ ഗ്രോ ചെയ്യുക. അപ്പോൾ ഈ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പല പ്രോബ്ലംസും സോൾവ് ചെയ്യണമെന്നുള്ളതാണ്. അതെ, പല രീതിയിൽ നമ്മൾ പല പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യും. അതെല്ലാം നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്തത് ഓരോ സ്റ്റെപ്പിലും പോകണം. പക്ഷെ ഇങ്ങനെ സോൾവ് ചെയ്തില്ലെങ്കിൽ മൈൻഡ് സെറ്റിന്റെ പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് ഫെയിൽ ആവുന്നത്. അതെ അതെ, അത് കറക്റ്റാണ്. അത് സിമ്പിളാണ്. അല്ല, ഇത് നമ്മൾ ഈ ഒരു ഫെയിലിയറിൻ്റെ കേസ് ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു മോഡലിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഷാൻ്റെ പ്രോഗ്രാമിൽ ഇ-കോം ഷോയിൽ ഷാൻ അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു 20 ഇയർ ഓൾഡിന് ഒരു ഇ-കോം ഇതിലോട്ട് എൻ്റർ ചെയ്യാനെങ്കിൽ അജു എന്താണ് പറയണത്, എന്ത് സജസ്റ്റ് ചെയ്യണത്? അപ്പോൾ ഞാൻ അവർ പറഞ്ഞാൽ ഈ കണ്ടിന്യൂസ് നമ്മൾ ലേണിംഗ് ഫേസിലോട്ട് നിന്ന് ഈ കാര്യം പഠിക്കുക. വീഡിയോസൊക്കെ കണ്ട് കാര്യം പഠിച്ച് ഫസ്റ്റ് ഒരു 20-25,000 ബഡ്ജറ്റ്, ഇന്ത്യൻ റുപ്പീസ് ബഡ്ജറ്റ് വെച്ചിട്ട് നിങ്ങളൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് 100 ഓർഡേഴ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ പ്രോഡക്റ്റ് റിസർച്ച്, മീഡിയ ബൈയിങ്, ഈ കസ്റ്റമർ സപ്പോർട്ട്, ഡെലിവറി, ഇതെല്ലാം കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതിനുശേഷം ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ ഗ്രോ ചെയ്ത് ഒരു 10,000 കസ്റ്റമേഴ്സ് എത്തിയ ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഈ ഒരാൾ തുടങ്ങിയ ഒരാൾക്ക് ഈ ആൾക്ക് പല മെത്തേഡ്സ് ട്രൈ ഔട്ട് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ആൾക്കൊരു ഈ ബിസിനസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം, നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ പുള്ളിക്ക് ഇത്രയും 10,000 കസ്റ്റമർ എത്തിയപ്പം തന്നെ പുള്ളിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഇതിനകത്ത് വന്നു. പുള്ളിക്ക് അതേപോലത്തെ ഇ-കോം ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാം. പുള്ളിക്കൊരു ഇ-കോമേഴ്സ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു റവന്യൂ പുള്ളിക്ക് ഒരു സൈഡ് ബിസിനസ്സായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ, പുള്ളിക്കൊരു ഹൈലി പേയിങ് ആയിട്ടുള്ള ജോബ് ലാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം 10,000 കസ്റ്റമേഴ്സ് ഉള്ള ഒരു ബ്രാൻഡാണ് എനിക്കുണ്ട്, ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിനകത്ത് പല കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് ആഡ്സ് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രോഡക്ട്സ് ഇത്രയും നല്ല രീതിയിൽ ചെയ്ത് ഇത്രയും കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്തിട്ടുണ്ട്, പല ഓട്ടോമേഷൻ ചാനൽസ് ഞാൻ ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഇപ്പോൾ UAE പോലെയുള്ള കൺട്രിയിലുള്ള ഒരു ഏജൻസി, ഒരു ഇ-കോം ഏജൻസിയുടെ അടുത്ത് പോയാൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മിനിമം ഒരു 15,000 to 20,000 ദിർഹം പെർ മന്ത് സാലറി ലാൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇ-കോം ഏജൻസീസ് നോക്കുന്നത് ഇതേപോലത്തെ ആളുകളെ. അപ്പോൾ നമുക്കൊക്കെ ഞാനൊക്കെ തിങ്ക് ചെയ്യുന്ന ഡ്രീം ജോബ് കാൻഡിഡേറ്റ് ഇങ്ങനെയുള്ള ആളുകളാണ്, ഇ-കോമേഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ. അപ്പോൾ അവർ 10,000 കസ്റ്റമേഴ്സൊക്കെ ക്രോസ് ചെയ്ത ഒരു ബ്രാൻഡ് ഉള്ള ഒരു ആളാണ് എൻ്റെ അടുത്ത് ഒരു ജോലി തരണമെങ്കിൽ നമ്മളൊക്കെ ഏജൻസിയിൽ ഓടാൻ കയറ്റും. അങ്ങനെ ഒരാൾ ഇതുവരെ വന്നിട്ടില്ലെന്ന് വേണം പറയാം. കാരണം ആൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഒരു ഇ-കോമേഴ്സ് റൺ ചെയ്യണം, ഒരു ഇ-കോം ഓണറിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു
എന്താ പറയുക ഒരു ഫീലിങ്സ് അവർക്ക് മനസ്സിലാവും. അവർക്ക് ആ ഒരു ക്ലയൻറ്റിനെ നല്ല രീതിയിൽ സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് UAE ഒക്കെ ആണെങ്കിൽ ഈ ദുബായിലൊക്കെ ഏറ്റവും വേൾഡ് ക്ലാസ് ഏജൻസീസ് ഇപ്പോൾ ഉണ്ട്. അവരൊക്കെ അത് നല്ല രീതിയിൽ അവരൊക്കെ ഒരു ജോബ് നമുക്ക് കിട്ടുകയാണെങ്കിൽ മിനിമം ഒരു 25,000 ഒരു 15,000 to 20,000 തന്നെ ഇനിഷ്യൽ സാലറിയിലൊക്കെ അവിടെ കയറാൻ പറ്റും ദിർഹംസ്. അപ്പോൾ അത്രയും പോസിബിലിറ്റീസ് ഇതിനകത്തുണ്ട്. ഇത് ഹൈലി പേയിങ് ഡിമാൻഡബിൾ ജോബാണിത്. അതെ, അപ്പോൾ അതിന് നല്ലൊരു സ്കില്ലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വിട്ടുപോയൊരു ഫോർത്ത് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ ഒരു എക്സിറ്റ് കംപ്ലീറ്റ് ആയിട്ട്. എക്സിറ്റ് നമുക്ക് 10K കസ്റ്റമേഴ്സിലൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, ആ സമയത്തും വാങ്ങാൻ ആളുകളുണ്ടാവും. നല്ലൊരു ബ്രാൻഡാണെങ്കിൽ ആളുകൾ വാങ്ങാൻ ഉണ്ടാവും. ഒരു 50K ഒക്കെ അല്ലെങ്കിൽ 1 lakh കസ്റ്റമേഴ്സ് ഒക്കെ എത്തിയിട്ടാണെങ്കിൽ നമുക്കൊരു ബ്രാൻഡ് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻസ് നമുക്ക് ആലോചിക്കാം. ആളുകൾ അത് നമുക്ക് എന്തായാലും ഇൻവെസ്റ്റേഴ്സ് വാങ്ങാൻ വയബിൾ ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് ഒരു മെയിനായിട്ടുള്ള കാര്യം, ഈ ഒരു ഇ-കൊമേഴ്സിൽ ഫെയിൽ ആവുന്നതിനുള്ള. അപ്പോൾ സക്സസ് ആവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവഴിയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഡിസ്കസ് ചെയ്തത്. ഇത് ഫെയിൽ ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ വരാനുള്ള സീരീസിൽ സക്സസ് ആവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഓക്കെ, താങ്ക് യു.